വളരും തോറും പിളരും, പിളരും തോറും വളരും. ആ മുദ്രാവാക്യം അന്വർത്ഥമാക്കിയ ഒരു പാർട്ടിയാണ് കേരളത്തിൽ കേരള കോൺഗ്രസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, അത് ഓരോ നേതാവിൻ്റെ പേരിലും ആ പാർട്ടി പിളർന്നു. മാണിയുടെ പേരിൽ, ജോസഫിൻ്റെ പേരിൽ, ജേക്കബിൻ്റെ പേരിൽ ഒക്കെ പിളർന്നിട്ടുണ്ട്, ബാലകൃഷ്ണപിള്ളയുടെ പേരിൽ. അപ്പോൾ അങ്ങനെയുള്ള ആ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് ജയിച്ച് MLA ആയിരിക്കുന്ന PJ ജോസഫ്. അദ്ദേഹത്തിന് പ്രായാധിക്യം ഉണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. 84 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹമില്ല. തൊടുപുഴയിൽ തൻ്റെ മകൻ മത്സരിക്കട്ടെ എന്ന നിലപാടാണ് PJ ജോസഫിനുള്ളത്. അത് കേരള കോൺഗ്രസ് ജോസഫിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കും എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഈ ഏത് ഭരണം വന്നാലും കേരള കോൺഗ്രസ്സുകാരുണ്ടായിരിക്കും. അത് ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും എല്ലാവർക്കും കേരള കോൺഗ്രസിനെ വേണം. 2021 അതുകൊണ്ടാണല്ലോ പിണറായി ജോസ് കെ മാണി വിഭാഗത്തെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അതെ. ഇനിയിപ്പോൾ ഇത് ചാഞ്ചാട്ടം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിൽ നിരവധി പേരുണ്ട്. ജോസഫ് ഉണ്ട്, മാണിയുണ്ട്, മാണി ഉണ്ടായിരുന്നു. മാണി ഉണ്ടായിരുന്നു. എന്നാലും കേരള കോൺഗ്രസ് മാണി എന്നാണ് ഇപ്പോഴും നമ്മൾ അറിയപ്പെടുന്നത്. അതെ. പിന്നെ ജേക്കബ് ഉണ്ട്, ബാലകൃഷ്ണപിള്ളയുണ്ട്, പിന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ട്, പിന്നെ മാണി സി കാപ്പൻ്റെ, അതെല്ലാം ഒറ്റയാൾ പട്ടാളങ്ങൾ. പക്ഷെ കേരള കോൺഗ്രസ് PC ജോർജിനും ഉണ്ട്. PC ജോർജിൻ്റെ. അപ്പോൾ ഇതിൽ പ്രബലമായ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ജോസ് കെ മാണി വിഭാഗവും പിന്നെ ജോസഫ് വിഭാഗവുമാണ്. ജോസഫ് വിഭാഗമുള്ളവർക്കെല്ലാം ഓരോ MLA. ജോസഫിന് 2 പേരുണ്ട്. തൊടുപുഴയിൽ നിന്ന് PJ ജോസഫും കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ്. ഇവർ 2 പേരുമാണുള്ളത്. കാരണം UDF തന്നെ 40 സീറ്റല്ലേ ഉള്ളൂ. ഇപ്പൊ 40 അല്ലേ? UDF 43 ആയി. ഇപ്പൊ നിലമ്പൂർ ജയിച്ചു വന്നപ്പോൾ അത്രയും സീറ്റേ ഉള്ളൂ. അപ്പോൾ അതിൽ 2 എണ്ണം ഇവരാണ്. ഇപ്പൊ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. 87 വയസ്സായി, 85 വയസ്സായി. ഇനി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്ന് പറയുമ്പോൾ ഈ കേരള കോൺഗ്രസിൽ എല്ലാവരും മക്കൾ രാഷ്ട്രീയം നടത്തിയിട്ടുണ്ട്. മകൻ ജോസ് കെ മാണിയെ ഏൽപ്പിച്ചു, ബാലകൃഷ്ണപിള്ള മകൻ ഗണേഷിനെ, TM ജേക്കബ് മകൻ അനൂപ് ജേക്കബ്, അനൂപ് പിറവത്ത് നിന്ന്, ഗണേഷ് പത്തനാപുരത്ത്, പിന്നെ ജോസ് പരാജയപ്പെട്ടുവെങ്കിലും പിന്നിപ്പോൾ രാജ്യസഭയിലുണ്ട്. അപ്പോൾ ഇവര് ഈ PJ ജോസഫ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം തന്നെ മകൻ അബു ജോൺ ജോസഫിനെ ഏൽപ്പിക്കാനുള്ള നീക്കമാണ്. കുറച്ച് നാളായിട്ട് രാഷ്ട്രീയത്തിൽ ഉണ്ട്. പക്ഷെ PJ ജോസഫ് ഗ്രൂപ്പിലകത്തുള്ളവർക്കൊരു സംശയം, PJ ജോസഫ് നേതൃത്വം ഇനിയും അബുവിനെ ഏൽപ്പിക്കുമോ? അങ്ങനെ വന്നാൽ അത് ജോസഫ് വിഭാഗത്തിൽ പൊട്ടിത്തെറി ഉണ്ടാക്കും. കാരണം മുതിർന്ന നേതാക്കന്മാർ വേറെ പേരുണ്ട്. അതെ. ഈ മാണി വിഭാഗത്തിലും അത് ഉണ്ടായപ്പോൾ ഇടയ്ക്ക് മാണി CF തോമസിനെ കണ്ടോ കുറച്ച് കാര്യങ്ങളിൽ അങ്ങനെ ഏൽപ്പിച്ചത് പരിഹരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് അത് ജോസ് കെ മാണി തന്നെ കയ്യിലായി എന്നുള്ളതാണ്. അപ്പം മോൻസ് ജോസഫ് എന്ന് പറയുന്നത് മുതിർന്ന നേതാവാണ്. ജോസഫ് വിഭാഗത്തിനകത്ത് ജോസഫിനോടൊപ്പം എപ്പോഴും നിന്നിട്ടുള്ള ആളാണ് മോൻസ്. ഫ്രാൻസിസ് ജോർജ് ഇടയ്ക്ക് അങ്ങോട്ട് പോവുകയും വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കി പോയതാണ്. നിയമസഭയിലും മത്സരിച്ചു. ഇപ്പം ജനാധിപത്യ കേരള കോൺഗ്രസ്സിലെ ഒരാളേ ഉള്ളൂ, അത് ആന്റണി രാജു, തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ജയിച്ചിരിക്കുന്ന. ഇനി അടുത്ത തവണ അതില്ല. അത് CPM-ന്റെ ജയമാണ്. CPM-ന്റെ ജയമാണ്. അടുത്ത തവണ ആ സീറ്റ് കൊടുക്കത്തില്ല. തൊടുപുഴയിലേക്ക് വന്നാൽ ഈ ഫ്രാൻസിസ് ജോർജിന്റെ കാര്യം പറഞ്ഞല്ലോ സാറ്. ഫ്രാൻസിസ് ജോർജ് പഴയ കേരള കോൺഗ്രസ് സ്ഥാപകൻ KM ജോർജിന്റെ മകനാണ്, മൂത്ത മകനാണ്. അദ്ദേഹത്തിന് പക്ഷെ നല്ല രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, രാഷ്ട്രീയ പരിജ്ഞാനമുണ്ട്, അനുഭവ സമ്പത്തുമുണ്ട്. അദ്ദേഹം നിസ്സാരക്കാരനല്ല. ഒരു പക്ഷേ ഫ്രാൻസിസ് ജോർജിന്റെ കയ്യിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഇനി മറ്റൊന്ന്, നമ്മുടെ PC തോമസ്, പഴയ അതികായനായ PT ചാക്കോയുടെ മകൻ PC തോമസ് ഇപ്പോ ജോസഫിന്റെ കൂടെ ഉണ്ട്. അദ്ദേഹം നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കും. എന്തായാലും സീറ്റ് ജോസഫ് വിഭാഗം കൂടുതൽ ചോദിക്കും.
പക്ഷേ ഇത്തവണ ജോസഫ് വിഭാഗത്തിൻ്റെ ചില സീറ്റുകൾ കോൺഗ്രസ്സുകാർ എടുക്കും, പക്ഷെ പകരം കൊടുക്കുമായിരിക്കും. ഇപ്പം ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. ഇപ്പം മന്ത്രി ബിന്ദു പരാജയമാണ്. മന്ത്രി ബിന്ദു ആയിരിക്കും മത്സരിക്കുക എന്നറിയുന്നുണ്ട്. ബിന്ദു ആയാലും അല്ലെങ്കിലും ജോസഫിൽ നിന്ന് അത് കോൺഗ്രസ് എടുക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ നേരിട്ട് മത്സരിച്ച് പരാജയപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ പാർട്ടി എന്തായാലും അത് മക്കൾ രാഷ്ട്രീയത്തിലേക്ക് പോവുകയുള്ളൂ പ്രശാന്ത്. അത് തന്ത്രപൂർവ്വം ഇപ്പം പി ജെ ജോസഫ് എന്ത് ചെയ്യും, ചെയർമാൻ സ്ഥാനത്തിരിക്കും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം താൻ വിടുന്നു എന്നാണ് പറഞ്ഞത്. പാർലമെന്ററി രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു, എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കും. അദ്ദേഹത്തിന് മകനെ രാഷ്ട്രീയത്തിലേക്ക് മത്സരരംഗത്തേക്ക് ഇറക്കാൻ പറ്റിയ സമയമാണിത്. കാരണം 2 തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിൻ്റെ പിന്നാലെ നിയമസഭയുമാണ്. ഈ സമയത്ത് ഇറക്കിയില്ലെങ്കിൽ പിന്നെ ഇനി അടുത്ത തവണത്തേക്കെന്ന് പറഞ്ഞ് വെക്കാൻ പറ്റത്തില്ല. പിന്നെ വരുന്നത് 2031 ആ സമയത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം അല്പം കൂടെ മാറും, പ്രായമാവുകയല്ലേ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും, പി ജെ ജോസഫ് തന്നെ ഇപ്പോൾ പാർട്ടിയുടെ ചെയർമാൻ തന്നെയായി തുടരും. പതുക്കെ മകനെ തൊടുപുഴയിൽ നിന്ന് ജയിപ്പിച്ച് കഴിഞ്ഞ് അതിൻ്റേതായ രീതിയിൽ പിന്നീട് പിടിച്ചടക്കലായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ മുതിർന്നവർക്ക് അത് യോജിക്കണമെന്നില്ല. കാരണം മുതിർന്ന നേതാക്കൾ പക്ഷേ ഉടനെ അതിനോട് ഇപ്പം തന്നെ മത്സരരംഗത്തേക്ക് വരുന്നു എന്നുള്ളതിൽ തന്നെ ചിലർക്കൊക്കെ അതിനകത്ത് അതൃപ്തിയുണ്ട്. തൊടുപുഴ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. 2001 മാത്രമാണ് പി ജെ ജോസഫ് അവിടെ തോറ്റുപോയത്, പരാജയപ്പെട്ടിട്ടുള്ളത്. ബാക്കി അദ്ദേഹം വലിയ വിജയമാണ്. വലിയ വിജയം മാത്രമല്ല, 7 തവണ എന്തോ മന്ത്രിയായിരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തു. വിദ്യാഭ്യാസം, ജലവിഭവ വകുപ്പ്, റവന്യൂ, ഇതെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൃഷി. അദ്ദേഹം ഈ ജൈവ കൃഷിയുടെ വലിയ ആളാണ്. അദ്ദേഹത്തിന്റെ തൊഴുത്ത് പോലും ഇടയ്ക്ക് വാർത്തയിൽ ഇടം നേടിയതാണ്. അദ്ദേഹം ഈ ചില പശുക്കളെ വളർത്തുന്നു, പശുക്കൾക്ക് പാട്ടുപാടി കൊടുക്കുന്നു. 96 നയനാർ മന്ത്രിസഭയില് പി ജെ ജോസഫിന്റെ ഈ കൃഷി കാർഷിക പരിഷ്കരണങ്ങളൊക്കെ വലിയ ചർച്ചയായതാണ്. അതെ. ഇദ്ദേഹം പാട്ടുകാരനൊക്കെയാണ്. നമ്മുടെ പാട്ടുകാർ കുറച്ച് പേരുണ്ട്. ശശീന്ദ്രനുണ്ട്, ഇദ്ദേഹമുണ്ട്, പി ജെ ജോസഫ് ഉണ്ട്, പിന്നെ നമ്മുടെ രാമേന്ദ്രൻ കടന്നപ്പള്ളിയുണ്ട്. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും, പുള്ളിക്ക് അതാണ് ഫേവറേറ്റ് സോങ് ആണ്. അത് പി ടി തോമസ് പിന്നെ യാത്രയായപ്പോഴും അദ്ദേഹത്തിന് ഇട്ടുകൊടുത്ത പാട്ടതാണ്, ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരെ. പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു വോട്ട് വെച്ച എത്ര കേട്ടാലും മതി വരാത്ത അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വിലാപയാത്രയിൽ ഈ പാട്ട് ഇങ്ങനെ ഇടണം, വയലാറിൻ്റെ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. അപ്പോൾ നമ്മൾ പി ജെ ജോസഫിൻ്റെ ആ പാട്ട് പ്രേമം പറഞ്ഞങ്ങ് പോയതാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലായിരിക്കും. പി ജെ ജോസഫിനൊപ്പം എന്ന് നിൽക്കുന്ന മോൻസ് ജോസഫ് എന്നൊക്കെ പറയുന്നത് പാർട്ടിയെ നയിക്കാൻ കരുത്തുള്ള ഒരാളാണ്. അപ്പം മോൻസിനെ ഒന്നും അങ്ങനെ അവഗണിച്ചുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ ഇത് കൊടുക്കുകയില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഇദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞ കാര്യം കൂടി, കേരള കോൺഗ്രസ്സുകളെല്ലാം കൂടി ഒന്നിക്കണം എന്ന് പറയുകയുണ്ടായിരിക്കും ഈ സമീപ കാലത്ത് തന്നെ. അത് എത്ര പ്രാവർത്തികമാവും നമുക്കറിയത്തില്ല. ഒന്നിക്കാൻ പോകുന്നുണ്ട് ചിലപ്പോൾ വീണ്ടും ഏതെങ്കിലും പാർട്ടി പിളരുകയായിരിക്കും ചെയ്യുന്നത്. അല്ല, 2011 അവർ ഒരുമിച്ചു. ഈ പറഞ്ഞതുപോലെ മാണിയും ജോസഫും ഒരുമിച്ചു, പി സി ജോർജും അതിൻ്റെ ഒപ്പം വന്നു. അന്നും പക്ഷേ മാറി നിന്നത് ജേക്കബാണ്. ജേക്കബ് ഒരുമിക്കാൻ തയ്യാറായില്ല. എങ്കിലും ഇവരെല്ലാം ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് അന്ന് UDF സത്യത്തിൽ വിജയിച്ച് വരാനും പറ്റിയത്. ഇപ്പം തന്നെ ജോസ് കെ മാണി വിഭാഗം ഇപ്പുറത്തേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. കുറേ നാളായിട്ട് ഒരു വർത്തമാനമുണ്ട്. അതിൽ വന്നാൽ ഒരു വിഭാഗമേ വരികയുള്ളൂ. റോഷി അഗസ്റ്റിൻ പിണറായിയുടെ ഗുഡ് ബുക്ക് നിൽക്കുന്ന ആളാണ്, വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ വെച്ച് വളരാനുള്ള സാധ്യത വളരെ പിളർപ്പാണ്. പിന്നെ ഇനി അബു ജോൺ ജോസഫിനെ ഇവിടെ ചെയർമാൻ സ്ഥാനം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തും പിളർപ്പുണ്ടാകും. ഈ കേരള കോൺഗ്രസിന് പിളരാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. പിളരാതിരിക്കാൻ എനിക്കാവില്ല. പക്ഷേ പിളർന്നാൽ ഒന്നും അവർ ക്ഷയിക്കത്തില്ല. അവർ വളർന്നു പോകും. അതെ, എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഈ അമീബയുടെ സ്വഭാവമാണ്. അമീബ പിളർന്നാൽ
വീണ്ടും അമീബകളാണ് എനിക്ക് തോന്നുന്നു അവർക്ക് ഈ പിന്നെ നല്ല കാർഷിക സമൃദ്ധി ഉള്ള ഒരു പാർട്ടിയാണ്, ഒരു മണ്ണിലാണ് അവർ മണ്ണിലാണ്. അതുകൊണ്ടായിരിക്കും ഈ അങ്ങ് വളർന്ന് കയറിപ്പോകുന്നത്. അപ്പോൾ എന്തായാലും പി ജെ ജോസഫ് മത്സരരംഗം വിടും. മകനായിരിക്കും തൊടുപുഴയിൽ മത്സരിക്കുക. പക്ഷെ മകൻ പാർട്ടി ചെയർമാൻ ആകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം. അങ്ങനെ വന്നാൽ ജോസഫ് ഗ്രൂപ്പ് വിളരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.